Hi students, good morning. Today I am discussing about chapter 10, Mechanical Properties of Fluid. This chapter is very important for your public examination. Okay. Today I wanted to take a very important part that is known as Bernoulli's principle. Okay. Very important, Bernoulli's principle. 6 or 5 mark question. Okay, short question. Okay, state Bernoulli's principle, derive an expression about Bernoulli's principle, or prove Bernoulli's principle. Okay, today I wanted to take Bernoulli's principle. Okay, ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ മനസ്സിലായ കാര്യങ്ങൾ, അതായത് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്, ടോപ്പിക്കാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. സ്ഥിരം വരുന്നൊരു ക്വസ്റ്റ്യനാണ് പബ്ലിക് എക്സാമിന്. 5 മാർക്ക് ഓർ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ആ കാര്യത്തെക്കുറിച്ച്, ബെർണോളിസ് പ്രിൻസിപ്പിളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണ്. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതിൻ്റെ റിവേഷൻസ് ആണ്, സ്റ്റെപ്സുകളെല്ലാം എന്തുകൊണ്ട് മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ, നമുക്കെന്നാൽ തുടങ്ങാം. ഓക്കെ, യെസ്, ബെർണോളിസ് പ്രിൻസിപ്പിൾ. Bernoulli's principle. Bernoulli's principle. Bernoulli's principle. Okay. Bernoulli's principle. Okay. Then next, Bernoulli's principle ഇല്ലേ, നമുക്ക് നോക്കാം എന്താണെന്ന് നോക്കാം. ശ്രദ്ധിക്കേണ്ടത്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എക്സാമിന് വരുന്നതാണ്, ശ്രദ്ധിക്കുക എന്ന് വേണം. ഓക്കെ, ഇങ്ങനെയുള്ളൊരു പൈപ്പാണ്. പൈപ്പ് രൂപത്തിലാണ് ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. നോക്കുക, ഇതിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതെങ്ങനെയാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ പറയുന്നത് നോക്കുക. ബെർണോളിസ് പ്രിൻസിപ്പിൾ, ലിക്വിഡ്, ഇതാണ് ലിക്വിഡ്. ഓക്കെ, ഇതേപോലെയുള്ള ലിക്വിഡ്, ഇതാ ഇത് ലിക്വിഡാണ്. ലിക്വിഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മോളിക്യൂൾസ് എന്നാണ് പറഞ്ഞത്. മോളിക്യൂൾസ്, ഇത് വെള്ളം, ആ വെള്ളം കടലിലെ വെള്ളമായിട്ട് ഇതാ അതേപോലെ നമ്മൾ വരയ്ക്കുമ്പോൾ ഇതേപോലെയാണ് വരയ്ക്കേണ്ടത്. യു ക്യാൻ ഡ്രോ ലൈക്ക് ദിസ്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ് വൺ. ഓക്കെ, ഇതൊരു മോളിക്യൂൾസ്, ദിസ് വൺ ഈസ് മോളിക്യൂൾസ്. മോളിക്യൂൾസ് ക്യാൻ അട്രാക്ട് വിത്ത് ഈച്ച് അതർ. പരസ്പരം ഈ മോളിക്യൂൾസ് തമ്മിൽ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്ത് ലെയർ ഉണ്ടാവും. ഓക്കെ, യെസ്. Then another line, this one. ഇങ്ങനെ ലെയറുകൾ ഫോം ചെയ്തിട്ടുണ്ടാവും, പൈപ്പാവും, ഇതേപോലെ പൈപ്പാവും. ഓക്കെ, പൈപ്പിന് 2 ഫേസ് ഉണ്ട്. 2 ഫേസസ് ആർ ദർ, എ ഫേസ് ആൻഡ് ബി ഫേസ്. ഓക്കെ, ഇതാണ് ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നത് പൈപ്പ് രൂപത്തിലാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, when liquid flows through liquid surface in the form of pipe. പൈപ്പ് കണ്ടെയ്ൻസ് 2 phases A and B അല്ലേ. ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് പൈപ്പ് രൂപത്തിലാണ് ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നത് എന്നാണ് ആര് പറയുന്നത്, ബെർണോളിസ് പറയുന്നത്. അത് നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാം. ഇതേപോലെ വരച്ചാൽ മതി, ശ്രദ്ധിച്ച് വരച്ചെടുത്താൽ മതി. ഓക്കെ, ചെറിയ തോതിൽ വരയ്ക്കാം. ഇതേപോലെ വരച്ചെടുക്കാം. ഇതാണ് പൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് പൈപ്പ്. ഇവിടെ എ എന്ന് കൊടുക്കാം, ഇവിടെ പൈപ്പിന് ബി എന്ന് കൊടുക്കുക. ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടുത്തെ ഏരിയ A1 കൊടുക്കുക, മാസ് M1 കൊടുക്കുക, വെലോസിറ്റി V1 കൊടുക്കുക, ഡെൻസിറ്റി ρ1 കൊടുക്കാം. യെസ്, ഇവിടെ ഏരിയ A2 എന്ന് കൊടുക്കുക, ഇവിടെ മാസ് M2 എന്ന് കൊടുക്കുക, വെലോസിറ്റി V2 എന്ന് കൊടുക്കുക, ഡെൻസിറ്റി ρ2 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചാൽ ഇതാണ് ഫ്ലോ ചെയ്യുന്നത്. ഇത് കടലിൽ അടിയാവാം. ഇവിടെ നിന്ന് ഹൈറ്റ് എന്താ കൊടുക്കുക, H1 എന്ന് കൊടുക്കുക. ഇവിടെ നിന്ന് ഹൈറ്റ് എന്താ കൊടുക്കുക, H2 കൊടുക്കുക. ഹൈറ്റ് ഓഫ് ദി അല്ലേ, ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് അറ്റ് ഫേസ് A. H1 is the height of the liquid at phase A. H2 is the height of the liquid at phase B. Okay,
ഇവിടെ ഓർമ്മിക്കേണ്ടത് ഇയാൾ പറയുന്നത് എങ്ങനെയുള്ള ഫ്ലൂയിഡ് ആയിരിക്കണം? ഐഡിയൽ ഫ്ലൂയിഡ് ആയിരിക്കണം. ഐഡിയൽ ഫ്ലൂയിഡ് ആണെങ്കിൽ അത് നോൺ വിസ്കസ് ആയിരിക്കണം. പിന്നെന്തായിരിക്കണം? ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആയിരിക്കണം. പിന്നെ സ്ട്രീം ലൈൻ ആയിരിക്കണം. ഇങ്ങനെയുള്ള ഐഡിയൽ ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നത് പൈപ്പ് രൂപത്തിലാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ആ പൈപ്പിന് 2 ഫേസ് ഉണ്ടാവും. ആ ഫേസ് എ എന്ന് പറയുന്ന ഫേസിൽ എത്രമാത്രം ലിക്വിഡിന് മാസ് ഉണ്ടോ അതേ മാസ് തന്നെ ഇവിടെ ഉണ്ട് ബി എന്ന് പറയുന്ന ഫേസിലുണ്ട്. രണ്ടിനും മാസ് സെയിം ആണ്. അപ്പോൾ ഇങ്ങനെ ലിക്വിഡ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലിക്വിഡ് പോയി പൈപ്പ് രൂപത്തിൽ ഇങ്ങൊന്ന് പോയി മറ്റൊന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനെ ഒന്ന് പോയി അതിൻ്റെ ബാക്കിൽ തന്നെ വേറൊന്ന് ഇങ്ങനെ പോകണം. അപ്പോൾ അതാണ് ഇവിടെ ഓർമ്മ. പൈപ്പ് രൂപത്തിലാണ് ലിക്വിഡ് പോകുന്നത്. അങ്ങനെ ലിക്വിഡ് പോകുന്ന സമയത്ത് 2 ലിക്വിഡ് പൈപ്പ് രൂപത്തിൽ പോകുമ്പോൾ അവിടെ എന്തുണ്ട്? 2 ഫേസ് ഉണ്ട്. ആ ഫേസ് ആവുന്ന എ, മറ്റൊന്ന് ബി. ഓക്കെ, യെസ്. ലിക്വിഡ് ഫ്ലോസ് ത്രൂ ദി ലിക്വിഡ് സർഫസ് ഇൻ ദി ഫോം ഓഫ് പൈപ്പ് ഹാവിങ് 2 ഫേസസ് എ ആൻഡ് ബി. അല്ലേ? A1 is the area of the phase A. M1 is the mass of the liquid at phase A. V1 is the velocity of liquid at phase A. Rho1 is the density of liquid at phase A. The next, A2 is the area of the liquid at phase B. M2 is the mass of the liquid at phase B. V2 is the velocity of the liquid at phase B. Rho2 is the density of liquid at phase B. Okay. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ അവിടെ ഓർമ്മിക്കേണ്ടത് നമ്മൾ ഇതിലേക്ക് പോകാം. ആദ്യം ഇത് വരക്കുക. എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ എന്താ സ്റ്റേറ്റ് ബെർണോളിസ് പ്രിൻസിപ്പൾ ഡിറൈവ് എക്സ്പ്രസ്മ്പോൾ ബെർണോളിസ് പ്രിൻസിപ്പൾ ഓർ പ്രൂവ് ഇറ്റ് എന്ന് ചോദിച്ചാൽ ഉടനെ ഈ ഡയഗ്രാം വായിക്കണം. ഫസ്റ്റ് യു ക്യാൻ ഡ്രോ ലൈക്ക് ദിസ് ഡയഗ്രാം. ആഫ്റ്റർ ദാറ്റ് എക്സ്പ്ലെയിൻ അബൌട്ട് ദാറ്റ്. ഓക്കെ, കൺസിഡർ എ നോൺ വിസ്കസ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് flowing through a pipe of varying cross section. Okay, ഇവിടെ ശ്രദ്ധിക്കേണ്ട കൺസിഡർ streamline flow of non-viscous incompressible fluid flowing through a pipe of varying phases A and B with area A1 is the area of the phase A, M1 is the mass of the liquid at phase A, V1 is the velocity of liquid at phase A, Rho1 is the density of liquid at phase A. Then A2 is the area of the liquid at phase B, M2 is the mass of the liquid at phase B, V2 is the velocity of liquid at phase B, Rho2 is the density of liquid at phase B. Okay, can you understand? Okay, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ പോകുന്നത് ലിക്വിഡ് എങ്ങനെയാണ്? സ്ട്രീം ലൈൻ ഫ്ലോ ആണ്. അത് നോൺ വിസ്കസ് ആണ്, ഇൻകംപ്രസിബിൾ ആണ്. ആ ഫ്ലൂയിഡ് പോകുന്ന സമയത്ത് ആ ഫ്ലൂയിഡിന് 2 ഫേസ് ഉണ്ട്. ഒരു ഫേസ് എ ആണ്, മറ്റൊരു ഫേസ് ബി ആണ്. ഓക്കെ, അപ്പം എങ്ങനെ പറയണം? കൺസിഡർ എ സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് നോൺ വിസ്കസ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് flowing through a pipe of varying phases A and B with the areas A1 and N2, masses M1 and M2, velocities V1 and V2, densities Rho1 and Rho2. Okay, and next, mass of the liquid at phase A is equal to mass of the liquid at phase B. ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത് A എന്ന് പറയുന്ന ഫേസിൽ എത്രമാത്രം ലിക്വിഡിന് മാസ് ഉണ്ടോ അതേ മാസ് തന്നെ എവിടെ ഉണ്ടാവും? ബി എന്ന് പറയുന്ന ഫേസിലുണ്ടാവും. ഈ ലിക്വിഡ് ഇങ്ങനെ പോയിക്കൂടെ. അപ്പോൾ ഒരു ബണ്ടിൽ ഒരു പൈപ്പ് പോയി അതിൻ്റെ ബാക്ക് തന്നെ പൈപ്പ്. അപ്പോൾ എ ഫേസിൽ മാസ് 2 കിലോഗ്രാം തൂക്കമുള്ള ലിക്വിഡ് ആണെങ്കിൽ ബി എന്ന ഫേസിലോ 2 കിലോഗ്രാം ലിക്വിഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർമ്മിക്കേണ്ട മാസ് ഓഫ് ദി ലിക്വിഡ് at A is equal to mass of the liquid at B. അല്ലെ, ബി എന്ന് പറഞ്ഞാൽ ബി ഫേസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർമ്മിക്കേണ്ടത് എ എന്ന് പറയുന്ന ഫേസിൽ ലിക്വിഡിന് എത്രമാത്രം മാസ് ഉണ്ടോ അതേ മാസ് ഇന്ന് ബിയിലുണ്ട്. അപ്പോൾ മാസ് കാണാൻ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ പഠിച്ചു കഴിഞ്ഞതാണ്. റോ ഇസ് ഈക്വൽ ടു എന്താ വരിക? എം ബൈ വി ആണ്. റോ ഇസ് ഈക്വൽ ടു എം ബൈ വി. അപ്പോൾ എം ഈസ് ഈക്വൽ ടു എന്താ പഠിച്ചത്? വി ഇൻറ്റു റോ എന്ന് പഠിച്ചു. വി ഇൻറ്റു റോ എന്ന് പഠിച്ചു. ഓക്കെ,
വി എന്ന് പറഞ്ഞാൽ വോളിയം, എ എന്ന് പറഞ്ഞാൽ റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി. ഇതാണ് മാസുകളുടെ ഇക്വേഷൻ. ഇത് ഓർമ്മിക്കുക. ഇനി വി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, വി ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് പഠിച്ചിട്ടുണ്ടാവും. ഏരിയ ഇൻറ്റു ലെങ്ത്. അപ്പോൾ വോളിയത്തിൻ്റെ സ്ഥാനത്ത് ഞങ്ങൾ കൊടുക്കുക ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് കൊടുക്കാം, ഇൻറ്റു റോ എടുക്കുക. അപ്പോൾ എൽ റോ എന്ന് വന്ന്. നെക്സ്റ്റ് ഇനി വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് സ്ഥാനത്ത് ലെങ്ത് ഓഫ് ദ ലെയർ, ലെങ്ത് ഇവിടുത്തെ ലെയറിൻ്റെ ലെങ്ത്ത്. അപ്പോൾ എൽ കൊടുക്കുക, എൽ ഈക്വൽ ടു വി ഇൻറ്റു ടി. അപ്പോൾ വിക്ക് വി എന്ന് ടി എന്ന് ഡെൽറ്റ ടി എന്ന് ഡെൽറ്റ ടി. ചേഞ്ച് ഇൻ ടൈം ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എൻ്റെ സ്ഥാനത്ത് എ എന്ന് കൊടുത്ത്, എല്ലിൻ്റെ സ്ഥാനത്ത് വി എന്ന് കൊടുത്ത്, ഡെൽറ്റ ടി എന്താണ് റോ. അപ്പോൾ മാസ് ഓഫ് ദി ലിക്വിഡ് കാണാൻ ഇക്വേഷൻ എ വി റോ ടി, എ വി ഡെൽറ്റ ടി റോ എന്ന് ഓർമ്മിക്കുക. എ ഈസ് ദി ഏരിയ, വി ഈസ് ദി വെലോസിറ്റി, ഡെൽറ്റ ഈസ് ദി ചേഞ്ച് ഇൻ ടൈം, റോ ഈസ് ദി ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ മാസ് ഓഫ് ദി ലിക്വിഡ് കാണുമ്പോൾ എം ഈസ് ഇക്വൽ ടു എ വി ഡെൽറ്റ ടി റോ. എം ഈസ് ഇക്വൽ ടു എ വി ഡെൽറ്റ ടി റോ. അതങ്ങ് പഠിച്ചു നോക്കൂ. മാസ് ഓഫ് ദി ലിക്വിഡ് കാണാൻ ഇക്വേഷൻ എന്താ, എവിടെ ഒന്ന് ഓർമ്മയുണ്ട്, ഇത്ര പോയിന്റ് ഓർമ്മയുണ്ട്. ഫസ്റ്റ് ഇങ്ങനെ പറയണ്ട, ഒന്ന് വേറൊന്നും ചിന്തിക്കുകയേ വേണ്ട. അതെന്താ, ഇത് ഡയഗ്രാം വരയ്ക്കാം, വരച്ച ശേഷം പറയാം എന്താ, കൺസിഡർ എ സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് നോൺ വിസ്കസ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് flowing through a pipe of varying cross section, okay, with the areas A1 and A2, velocities V1 and V2, densities ρ1 and ρ2, masses M1 and M2. okay, എന്നിട്ട് പറയാ mass of the liquid at A is equal to phase A is equal to mass of the liquid at phase B എന്ന് പറയാം. mass of the liquid കാണാൻ ഇക്വേഷൻ എന്താ, M is equal to A V delta T rho, where A is the area, V is the velocity, delta T is the change in time, rho is the density. Remember that point. okay, ഇനി mass of the liquid at phase A is equal to mass of the liquid at phase B. അപ്പോൾ മാസ് കാണാൻ ഇക്വേഷൻ അറിയാം. അപ്പോൾ M1 mass of the liquid at phase M1 is equal to M2. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, എ എന്ന് പറയുന്ന ഫേസിൽ എത്രമാത്രം ലിക്വിഡിൻ്റെ മാസ് ഉണ്ടോ അതേ മാസ് തന്നെ ബി എന്ന് പറയുന്ന ഫേസിലുണ്ടാവും എന്നാണ് പറയുന്നത്. മാസ് ഓഫ് ദി ലിക്വിഡ് അറ്റ് ഫേസ് എ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദി ലിക്വിഡ് അറ്റ് ഫേസ് ബി. അപ്പോൾ ഇവിടെ എന്താ, ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ഇവിടുത്തെ മാസ് എവിടെ ഉണ്ടാവും. അപ്പോൾ ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അപ്പോൾ M1 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതണം, A1, എക്ക് പകരം A1 കൊടുക്കുക, വിക്ക് പകരം V1 എന്ന് കൊടുക്കാം. ഇനി ഡെൽറ്റ ടിക്ക് ഡെൽറ്റ ടി തന്നെ. നെക്സ്റ്റ് ρ1 is equal to, ഇതാണ് എന്താ മാസ് ഓഫ് ദി ലിക്വിഡ് അറ്റ് ഫേസ് എ. നെക്സ്റ്റ് M2ൻ്റെ സ്ഥാനത്ത് A1ൻ്റെ സ്ഥാനത്ത് A2 എന്ന് കൊടുക്കുന്നത്. ഇനി V1 എന്ന് കൊടുക്കുക, V2 എന്ന് കൊടുക്കുക. ഡെൽറ്റ ടി തന്നെ, റോ എന്നുള്ള ρ2 എന്ന് കൊടുക്കും. ഇതാണ് യെസ്. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ട A1 V1 ഡെൽറ്റ ടി ρ1 is equal to A2 V2 ഡെൽറ്റ ടി ρ2 എന്ന് പറഞ്ഞാൽ ഇതിന് തുല്യം മാസ് ഓഫ് ദി ലിക്വിഡ് അറ്റ് ഫേസ് ഈസ് ഇക്വൽ ടു മാസ് ഓഫ് ദി ലിക്വിഡ് അറ്റ് ഫേസ് ബി. അപ്പോൾ എ എന്ന് പറയുന്ന ഫേസിൽ എത്രമാത്രം ലിക്വിഡ് ഉണ്ടോ ആ ലിക്വിഡ് തന്നെ ബിയിലുണ്ട്. അപ്പോൾ രണ്ടും സെയിം ആണ്. അപ്പോൾ A1 V1 ഡെൽറ്റ ടി ρ1 എന്ന് കണ്ടാൽ A2 V2 ഡെൽറ്റ ടി ρ2 തന്നെയാണ്. ഓക്കെ, യെസ്. ഇനി ഈ ലിക്വിഡ് ലെയറിനും ഈ ലിക്വിഡ് ലെയറിൻ്റെ ഡെൻസിറ്റി എന്താണ്, സെയിം ആണ്. സെയിം ആകുമ്പോൾ അതിന് പറയും ഇൻകംപ്രസിബിൾ എന്നാണ്. ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, അതാണ് ഇൻകംപ്രസിബിൾ. ഇൻകംപ്രസിബിൾ ആണെങ്കിൽ ρ1 is equal to എന്താണ്, റോ ആയിരിക്കും. ρ2 is equal to എന്താ, റോ ആയിരിക്കും. അപ്പോൾ ഡെൻസിറ്റി രണ്ട് ലെയറിൻ്റെയും ഡെൻസിറ്റി എന്താണ്, സെയിം ആണ്. ഈ ലെയറിൻ്റെയും ഡെൻസിറ്റി സെയിം ആയാൽ ഇൻകംപ്രസിബിൾ ആണ്. ആദ്യം പറയുന്നുണ്ട് ഇത് ഐഡിയൽ ഫ്ലൂയിഡ് ആണ്. ഐഡിയൽ ഫ്ലൂയിഡിൻ്റെ കണ്ടീഷണൽ സ്ട്രീം ലൈൻ ഫ്ലോ ആയിരിക്കും. പിന്നെന്താണ്, ഇൻകംപ്രസിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നോൺ വിസ്കസ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് A1 V1 ഡെൽറ്റ ടി ρ1 സ്ഥാനത്ത് റോ എന്ന് കൊടുക്കുന്നത്. ഇനി A2 V2 ഡെൽറ്റ ടി
റോ ടുവിൻ്റെ സ്ഥലത്ത് റോ എന്ന് കൊടുക്കും. അപ്പോൾ therefore ഡെൽറ്റ ടി ക്യാൻസൽ, റോ ക്യാൻസൽ. therefore A1 V1 is equal to A2 V2. This proves the equation of continuity. നമ്മൾ ഇതിനു മുമ്പേ പഠിച്ച ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ശേഷം ഈ ലിക്വിഡ് ലെയർ പ്രൂവ് ചെയ്യുമ്പോൾ ഇവിടെ എന്തുണ്ടാവും? പ്രഷർ എനർജി ഉണ്ടാവും, പിന്നെന്തുണ്ടാവും? കൈനറ്റിക് എനർജി ഉണ്ടാവും, പിന്നെന്തുണ്ടാവും? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കണം. ലിക്വിഡ് പൈപ്പ് രൂപത്തിൽ പോകുമ്പോൾ എന്തുണ്ടാവും? പ്രഷർ എനർജി ഉണ്ടാവും, കൈനറ്റിക് എനർജി ഉണ്ടാവും, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, യെസ്, ഓക്കെ. ഇനി നമുക്കിവിടെ നോക്കാം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക്. ആദ്യം ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കാണണം. എന്തിനാണ്ട? ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി ഉണ്ടാവും, പ്രഷർ എനർജി ഉണ്ടാവും, പിന്നെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. പഠിച്ചതല്ലേ അല്ലേ? നെക്സ്റ്റ്, അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആദ്യം കാണാം. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി അറ്റ് ബി മൈനസ് കൈനറ്റിക് എനർജി അറ്റ് എന്താണ്? എ. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ ഇവിടെയാണ് കൈനറ്റിക് എനർജി കൂടുതൽ, ബി എന്ന് പറയുന്ന ബേസ്, പിന്നെ അതിൽ കുറച്ച് ഇത്. അപ്പോൾ കൈനറ്റിക് എനർജി കാണാൻ ഇക്വേഷൻ നമുക്കറിയാലോ, കെ ഈസ് ഈക്വൽ ടു എന്താണ്? ഹാഫ് എം വി സ്ക്വയർ ആണ്, ഹാഫ് എം വി സ്ക്വയർ. അപ്പോൾ കൈനറ്റിക് എനർജി അറ്റ് ബി എന്ന് പറയുമ്പോൾ എന്താണ്? ഹാഫ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ എമ്മിന് പകരം M2 എന്ന് കൊടുക്കും, ബി എന്ന് പറയുന്നത് M2 അല്ലേ? വിക്ക് പകരം V2 എന്ന് കൊടുക്കും. അപ്പോൾ V2 സ്ക്വയർ എന്ന് വരും. ഹാഫ് M2 V2 സ്ക്വയർ മൈനസ് ഇനി കൈനറ്റിക് എനർജി അറ്റ് ബി എ, അപ്പോൾ ഹാഫ് M1 V1 സ്ക്വയർ ഇങ്ങനെ വരും അല്ലേ? എ എന്ന് പറയുന്ന ബേസിലെ ഏരിയത്തെ മാസ് M1, വെലോസിറ്റി V1 ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്കറിയാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് എന്ന മാസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ M1 ഈസ് ഈക്വൽ ടു എന്താണ്? M1 ഈസ് ഈക്വൽ ടു M. അങ്ങനെയാണ് M2 ഈസ് ഈക്വൽ ടു എന്താണ്? M. രണ്ടിൻ്റെ മാസ് എന്താ? സെയിം ആണ്. അതാണ് ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് എൻ മാസ്. അപ്പോൾ ഇവിടെ ഓർമ്മിക്കേണ്ടത് 1/2 ഇൻറ്റു M2 ഇൻ ദി കേസ് ഓഫ് M. ദെൻ റിമൂവ് M2, ദാറ്റ് ഈസ് M. M2നെ മാറ്റി M എന്ന് കൊടുക്കാം. ഇവിടെ എന്ത് വരും? V2 സ്ക്വയർ എന്ന് വരും, V2 സ്ക്വയർ മൈനസ് ഇവിടെയോ ഹാഫ് M1 സ്ഥലത്ത് M എന്ന് വരും, V1 സ്ക്വയർ എന്ന് വരും. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് ഇവിടെ ഇനി ശ്രദ്ധിക്കേണ്ട ഹാഫ് M ഇവിടെയുണ്ട്, ഹാഫ് M ഇവിടെയുണ്ട്, ടേക്കൺ ഔട്ട് സൈഡ്. അപ്പം എന്താ? ഹാഫ് M ഇൻറ്റു എന്ത് വരും? V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ എന്ന് വരും. മനസ്സിലായോ? ഹാഫ് M ഇവിടുന്ന് എടുത്തിടപ്പോൾ V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. ഇതാണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഓക്കെ, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. ദിസ് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇനി ഇവിടെ ഓർമ്മിക്കേണ്ടത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി, ചേഞ്ച് ഇൻ ഇത് കണ്ടുപോലെ തന്നെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. എന്താ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ എന്താ? പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി മൈനസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ. നേരത്തെ കണ്ട പോലെ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി മൈനസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ അല്ലേ? പൊട്ടൻഷ്യൽ എനർജി കാണാൻ ഇക്വേഷൻ പഠിക്കണം. എന്താണ്? P ഈസ് ഈക്വൽ ടു mgh ആണ് പൊട്ടൻഷ്യൽ എനർജി കാണാൻ ഇക്വേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇനി പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി എന്ന് പറയുമ്പോൾ എമ്മിന് സ്ഥാനത്ത് M2 എന്ന് വരും, ജിൻ്റെ സ്ഥാനത്ത് G എന്ന്, എച്ചിൻ്റെ സ്ഥാനത്ത് H2 എന്ന് വരും. അപ്പോൾ ഇവിടെ ഓർമ്മിക്കേണ്ടത് എന്താ വരിക? M2GH2 മൈനസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ പറയുമ്പോൾ എന്താണ്? M1GH1 അല്ലെ? ഇവിടുത്തെ ഐറ്റത്തിൽ H1 മാസത്തെ M1. നെക്സ്റ്റ് ഇതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് M1 is equal to M, then M2 is equal to M, ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അപ്പോൾ ഇവിടെ ഓർമ്മിക്കേണ്ടത് M2ന് സ്ഥാനത്ത് M എന്ന് വരും, GH2 എന്ന് വരും മൈനസ് M1 instead of M, remove M1, that is M, SGH1. Therefore Mg taken outside, then Mg into H2 minus H1. Okay, yes, this is
ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ദിസ് ഇക്വേഷൻ നമ്പർ 2 അല്ലേ. ഇനി അപ്പോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ കൈനറ്റിക് എനർജിയുമായി ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയായി. ഇനി നമുക്ക് ഇവിടെ മനസ്സിലാക്കുന്ന പ്രഷർ എനർജി കാണണം. അപ്പോൾ ലിക്വിഡ് ലെയർ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് പ്രഷർ എനർജി ഉണ്ടാവും. പ്രഷർ എനർജി എന്ന് പറഞ്ഞാൽ എന്താ പ്രഷർ വർക്ക് ഡൺ ബൈ ദി ലിക്വിഡ് ലെയർ. ഓക്കെ, വർക്ക് ഡൺ ബൈ ദി ലിക്വിഡ് ലെയർ. നോക്കാം. യെസ്, ഓക്കെ, യെസ്, വർക്ക് ഡൺ ബൈ ദി ലിക്വിഡ്. ഇത് വായിക്കുന്നുണ്ട്, ശ്രദ്ധിക്കാം. വർക്ക് ഡൺ ബൈ ദി ലിക്വിഡ്. ഇപ്പം ലിക്വിഡ് ലെയർ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആ പ്രഷർ ഉണ്ടാവും. അപ്പോൾ വർക്ക് ഡൺ ബൈ ദി ഫ്ലൂയിഡ് ഓർ ലിക്വിഡ്. വർക്ക് ഡൺ ബൈ ദി ഫ്ലൂയിഡ്. വർക്ക് ഡൺ ബൈ ദി ഫ്ലൂയിഡ്. വർക്ക് ഡൺ ബൈ ദി ഫ്ലൂയിഡ്. വർക്ക് ആണ് ഇക്വേഷൻ എന്താ? W = F × S ആണ്. F × S. F എന്ന് പറഞ്ഞാൽ ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ P × A, പ്രഷർ ഇൻറ്റു ഏരിയ. എസ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഡിസ്റ്റൻസ്. എന്താണ്? ലിക്വിഡ് ലെയർ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് ഇവിടുന്ന് ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് എടുക്കുക, എക്സ്. അപ്പോൾ ഇവിടെ ഓർമ്മിക്കേണ്ടത് പ്രഷർ എന്ന് എ ഏരിയ, എക്സ് ഡിസ്റ്റൻസ്, ഏരിയ ഇൻറ്റു ലെങ്ത് എത്രയാണ്? ബോഡിയാണ്. അപ്പോൾ പ്രഷർ എന്നത് വർക്ക് ഡൺ ബൈ ദി ഫ്ലൂയിഡ് കാണാൻ ഇക്വേഷൻ പ്രഷർ ഇൻറ്റു വോളിയമാണ്. പ്രഷർ ഇൻറ്റു വോളിയം. ഇനി വർക്ക് ഡൺ ബൈ ദി ഫ്ലൂയിഡ് അറ്റ് എ മൈനസ് വർക്ക് ഡൺ ബൈ ദി ഫ്ലൂയിഡ് അറ്റ് ബി. വർക്ക് ചെയ്യുമ്പോൾ ആദ്യം വർക്ക് കൂടുതൽ ഏടിയേണ്ടത് ഏരിയ സംബന്ധിച്ചിട്ട് ബിയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ വർക്ക് ഡൺ ബൈ ദി ഫ്ലൂയിഡ് അറ്റ് എ മൈനസ് വർക്ക് ഡൺ ബൈ ദി ഫ്ലൂയിഡ് അറ്റ് ബി അല്ലേ, അങ്ങനെ കാണും. ഓക്കെ, അപ്പോൾ ചേഞ്ചിങ് കൈനറ്റിക് എനർജി ഓർമ്മിക്കുക. ഓക്കെ, ചേഞ്ചിങ് കൈനറ്റിക് എനർജി ഓർമ്മിക്കണേ. യെസ്. ഇനി വർക്ക് ഡൺ ബൈ ദി ഫ്ലൂയിഡ് അല്ലേ, വർക്ക് ഡൺ ബൈ ദി ഫ്ലൂയിഡ് പറയുമ്പോൾ വർക്ക് ഡൺ ബൈ ദി ഫ്ലൂയിഡ്, വർക്ക് ഡൺ ബൈ ദി ഫ്ലൂയിഡ് ഇങ്ങനെ ഈസ് ഇക്വൽ ടു വർക്ക് ഡൺ ബൈ ദി ഫ്ലൂയിഡ് അറ്റ് എ മൈനസ് വർക്ക് ഡൺ ബൈ ദി ഫ്ലൂയിഡ് അറ്റ് ബി അല്ലേ. എ എന്ന് പറയുന്ന ഇവിടുന്ന് ബിയിൽ കുറക്കുക, വർക്ക് കുറക്കുക. അപ്പോൾ വർക്ക് കാണാൻ ഇക്വേഷൻ പഠിക്കണം. എന്താ വർക്ക് കാണാൻ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ? വർക്ക് കാണാൻ ഇക്വേഷൻ എന്ന് പറയുമോ? വർക്ക് കാണാൻ ഇക്വേഷൻ പ്രഷർ ഇൻറ്റു വോളിയമാണ്. പ്രഷർ ഇൻറ്റു വോളിയം. ഓക്കെ, പ്രഷർ ഇൻറ്റു വോളിയം നോക്കാം. നെക്സ്റ്റ് വർക്ക് കാണുമ്പോൾ W = അല്ലേ, വർക്ക് കാണാനല്ലേ പ്രഷർ ഇൻറ്റു വോളിയമാണ് അല്ലേ. അപ്പോൾ P1 V1 മൈനസ് P2 V2 അല്ലേ, ഇതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. പ്രഷർ വർക്ക് ഡൺ ബൈ ദി വോളിയം, വർക്ക് ഡൺ ബൈ ദി ഫ്ലൂയിഡ് അറ്റ് എ മൈനസ് വർക്ക് ഡൺ ബൈ ദി ഫ്ലൂയിഡ് അറ്റ് ബി. എ എന്ന് പറഞ്ഞാൽ എ ഫേസിലെ വർക്ക് കൂടുതൽ, പിന്നെ ബി ഫേസിൽ വർക്ക് കുറവായിരിക്കും. അപ്പോൾ വർക്ക് ഡൺ ബൈ ദി ഫ്ലൂയിഡ് അറ്റ് എ മൈനസ് വർക്ക് ഡൺ ബൈ ദി ഫ്ലൂയിഡ് അറ്റ് ബി. ആ P1 എന്ന് പറഞ്ഞാൽ പ്രഷർ ഓഫ് ദി ലിക്വിഡ് അറ്റ് എ, V1 ഇസ് ദി വോളിയം ഓഫ് ദി ലിക്വിഡ് അറ്റ് ബി അല്ലേ. ഇനി V1 ആണ്. വി കാണാൻ ഇക്വേഷൻ എന്താ? വി എന്ന് പറഞ്ഞാൽ വോളിയം, വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. വോളിയം കാണുമ്പോൾ നമ്മൾ V = ഏരിയ എന്ന് പറഞ്ഞാൽ എ തന്നെ, ലെങ്ത് കാണുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് V = ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, ഓർമ്മ ഉണ്ടാവും. അപ്പോൾ S = V × T കണ്ടു, വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പോൾ ലെങ്ത് കാണുമ്പോൾ L = V × T എന്ന് വരും. അപ്പോൾ ഇവിടെ ഓർമ്മിക്കണേ എല്ലിൻ്റെ സ്ഥാനത്ത് വെലോസിറ്റി ഇൻറ്റു എന്താ ഡെൽറ്റ ടി, ചേഞ്ച് ഇൻ ടൈം. അപ്പോൾ അതാണ് വി കാണാൻ ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് വരും. അപ്പോൾ ഇവിടെ ഓർമ്മിക്കേണ്ടത് P1 V1 എന്ന് പറയുമ്പോൾ V1 എന്താ V1 എന്ന് പറഞ്ഞാൽ A1 V1 ഡെൽറ്റ ടി എന്ന് വരും. അപ്പോൾ ഇവിടെ ഓർമ്മിക്കേണ്ടത് A1 V1 ഡെൽറ്റ ടി. ഇതാണ് വോളിയം കാണുമ്പോൾ വോളിയം കാണാൻ ഇക്വേഷൻ എന്താ? A1 V1 ഡെൽറ്റ ടി. A1 is the area, V1 is the velocity, delta T is the change in time. Next minus P2 അങ്ങനെ. P2 എന്ന് പറഞ്ഞാൽ ഏറ്റവും
V2 ഡെൽറ്റ ടി എന്ന് വരും. ഓക്കെ, ഇതാണ് വർക്ക് ഡൺ ബൈ ദി ഫ്ലൂയിഡ്. Work done by the fluid is equal to work done by the fluid at A minus work done by the fluid at B ആണ്. Okay, next, therefore work done by the fluid is equal to change in kinetic energy plus change in potential energy. അപ്പോൾ എന്താ, ഫ്ലൂയിഡ് വർക്ക് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ എനർജിയും ചേഞ്ച് ചെയ്യും, കൈനറ്റിക് എനർജിയും ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇവിടെ ഓർമ്മിക്കേണ്ട ഇക്വേഷനിലേക്ക് നിങ്ങൾക്ക് പോകണം. വർക്ക് done by the fluid, work done by the fluid. നോക്കാം, work done by the fluid, work done by the fluid is equal to change in kinetic energy, change in kinetic energy plus change in potential energy, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, വർക്ക് ഡൺ ബൈ ദി ഫ്ലൂയിഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? P1 A1 V1 ഡെൽറ്റ ടി മൈനസ് P2 A2 V2 ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു, ചേഞ്ചിങ് കൈനറ്റിക് എനർജി നിങ്ങൾക്ക് അറിയാം, ഓർമ്മ ഉണ്ടാവും. എന്താ ഓർമ്മ ഉണ്ടാവും? എം അല്ലേ? പിന്നെന്താ? V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ, ഓർമ്മ ഉണ്ടോ? V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി, ഓർമ്മ ഉണ്ടാവും. എന്താ? mgH2 മൈനസ് H1. ഓക്കെ, ഇതാണ് നമുക്ക് വർക്ക് ഡൺ ബൈ ദി ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. വർക്ക് ഡൺ ബൈ ദി ഫ്ലൂയിഡ് P1 A1 V1 delta T minus P2 A2 V2 delta T is equal to half m V2 square minus V1 square is equal to എന്താണ്? mgH2 minus H1. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലോ. ഇനി ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പഠിച്ചില്ലേ? മാസ് കാണാൻ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. m1 is equal to m2, ഓർമ്മ ഉണ്ടാവും. m1 എന്ന് പറഞ്ഞാൽ എന്താ? A1 V1 ഡെൽറ്റ ടി റോ 1 is equal to m2 എന്ന് പറഞ്ഞാൽ എന്താ? A2 V2 ഡെൽറ്റ ടി റോ 2. ഇതാണ്. യെസ്, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതേ ഉള്ളൂ. നോക്കാം. യെസ്, ഇനി നമുക്ക് P1 P1 ഓക്കെ, P1 പിന്നെ തരും A1 V1 ഡെൽറ്റ ടി മൈനസ് P2 A2 V2 ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു, ഇനി എം എന്ന് പറഞ്ഞാൽ എന്താ വരിക? A1 V1 ഡെൽറ്റ ടി റോ 1, കാരണം m1 ഇസ് ഈക്വൽ ടു m2 എന്നാണ്. അപ്പോൾ m2 തുല്യമാണ് m1. അപ്പോൾ ഇവിടെ ഒരു m1 സ്ഥാനത്ത് എന്ന് കൊടുക്കും ഹാഫ് A1 V1 ഡെൽറ്റ ടി റോ 1 ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. ഓക്കെ, ഇനി പ്ലസ്, ഇനി എം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, ഇത് A1 V1 ഡെൽറ്റ ടി റോ 1, പിന്നെ ഒരു സ്റ്റെപ്പ് ജി അല്ലേ, gH2 മൈനസ് H1 H2 മൈനസ് H1 ഇതുപോലെ വരും. H2 മൈനസ് H1. ഓക്കെ, H2 മൈനസ് H1 ഇതേപോലെ വരും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, യെസ്. അടുത്ത പാർട്ടിലേക്ക് നമുക്ക് പോവാം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ നോക്കാം? ഇതുവരെ മനസ്സിലായല്ലോ. ഇനി നമുക്കിവിടെ ഇതാ, ഇവിടെ A1 V1 ഡെൽറ്റ ടി ഉണ്ട്, ഇവിടെ A2 V2 ഡെൽറ്റ ടി ഉണ്ട്, ഇവിടെ A1 V1 ഡെൽറ്റ ടി ഉണ്ട്, ഇവിടെ A1 V1 ഡെൽറ്റ ടി ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഡിവൈഡിങ് ബൈ A1 V1 ഡെൽറ്റ T ഓൺ ബോത്ത് സൈഡ്. A1 V1 ഡെൽറ്റ ടി കൊണ്ട് രണ്ട് ഭാഗത്തും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ A1 V1 ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ P1 ആയിരിക്കും. മൈനസ് ഇവിടെയോ ഇവിടെ വെക്കുക അല്ല, ഇത് ഈക്വൽ ആക്കണം, എല്ലാം ഈക്വൽ ആക്കണം. ഓക്കെ, കാരണം ശ്രദ്ധിക്കേണ്ട ഇതും നമുക്ക് എന്താക്കണം? A2 V2 ഡെൽറ്റ ടി എന്നുള്ളത് എന്താക്കണം? A1 V1 ഡെൽറ്റ ടി ആക്കണം. സെയിം അല്ലേ? ഇക്വേഷനൊക്കെ കണ്ടിട്ട് പഠിച്ചില്ലേ?
yes, A1 V1 delta T minus the P2 A2 V2 delta T എന്നുള്ള A1 V1 delta T is equal to half A1 V1 delta T rho 1 into V2 square minus V1 square plus A1 V1 delta T rho 1 G H2 minus H1. ഓക്കെ, യെസ്, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. യെസ്, ഇത് മനസ്സിലാക്കാം. ഇനി നമ്മൾ ഡിവൈഡിങ്, ഇവിടെ A1 V1 ഡെൽറ്റ ടി ഇവിടെയുണ്ട്, അതുപോലെ A1 V1 ഡെൽറ്റ ടി ഈസ് ദർ, A1 V1 ഡെൽറ്റ ടി ഈസ് ദർ, A1 V1 ഡെൽറ്റ ടി ഈസ് ദർ, അല്ലേ? അപ്പോൾ ഡിവൈഡിങ് ബൈ A1 V1 ഡെൽറ്റ ടി ഓൺ ബോത്ത് സൈഡ്, രണ്ട് ഭാഗത്തും A1 V1 ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ചെയ്യും. ഓക്കെ, ഡിവൈഡിങ് ബൈ A1 V1 ഡെൽറ്റ ടി ഓൺ ബോത്ത് സൈഡ്. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ A1 V1 ഡെൽറ്റ ടി ക്യാൻസൽ, അപ്പോൾ P1 ഉണ്ടാവും. P1 മൈനസ് ഇവിടെ A1 V1 ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ P2 ഉണ്ടാവും. ഓക്കെ, P1 മൈനസ് P2. അതുപോലെ ഇവിടെ A1 V1 ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഹാഫ് റോ 1 ഉണ്ടാവും, അല്ലേ? A1 V1 ഡെൽറ്റ ടി ക്യാൻസൽ ആവും, അപ്പോൾ റോ 1 ഉണ്ടാവും. V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ ഉണ്ടാവും, V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ ഉണ്ടാവും. ഓക്കെ, ഇനി പ്ലസ് നോക്കാം, ഇവിടെ A1 V1 ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതും ക്യാൻസൽ, അപ്പോൾ എന്ത് വരും? റോ 1 G H2 മൈനസ് H1 വരും, H2 minus H1. Okay, if you have any doubt about taking part, you can tell me. Don't worry about that. Okay, yes, ഇപ്പോൾ അടുത്ത ഭാഗങ്ങളെ കുറിച്ച് എന്തോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി, ഒന്നുമില്ല. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ G സ്ക്വയർ വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് ആണ്, വേറൊന്നുമില്ല. യെസ്, ഇനി നമ്മളിവിടെ ഓർമ്മിക്കേണ്ടത് P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു ഹാഫ് റോ 1. ഈ ഹാഫ് റോ 1 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ, അപ്പോൾ ഹാഫ് റോ 1 V2 സ്ക്വയർ വരും, V2 സ്ക്വയർ മൈനസ് ഇനി ഹാഫ് റോ 1 മൾട്ടിപ്ലൈ വിത്ത് V1 സ്ക്വയർ, അപ്പോൾ ഹാഫ് റോ 1 ഇൻറ്റു V1 സ്ക്വയർ, അപ്പോൾ ഹാഫ് റോ 1 V1 സ്ക്വയർ എന്ന് വരും, പ്ലസ് ഇനി റോ 1 G ഇൻറ്റു H2 കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പോൾ റോ 1 G ഇൻറ്റു H2 മൈനസ് ഇനി റോ 1 G ഇൻറ്റു H1 കൊണ്ട് എടുക്കുക, റോ 1 G H1 ഇങ്ങനെ വരും. ഓക്കെ, യെസ്, മനസ്സിലായില്ലേ? യെസ്. ഇനി നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, P1 എന്ന് പറയുന്നത് പ്രഷർ ഓഫ് ദി ലിക്വിഡ് ലെയർ അറ്റ് ഫസ്റ്റ് ലെയറിൻ്റെ പ്രഷറാണ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ലെയർ വരുന്നതിൽ ഒരു ഭാഗത്ത് എടുക്കുക, സെക്കൻഡ് ലെയർ വരുന്ന റൈറ്റ് സൈഡിൽ എടുക്കുക. ഫസ്റ്റ് ലെയർ വരുന്ന ഇവിടെ P1 ഉണ്ട്, പിന്നെ ഇവിടെ ഉണ്ട്, ഇതുണ്ട്, പിന്നെ ഉള്ളത് എന്താണ്, അല്ലേ? ഫസ്റ്റ് ലെയർ വരുന്നത് ഇതാ ഇത്, പിന്നെ അടുത്ത് നോക്കിയാൽ യെസ്, ഫസ്റ്റ് ലെയർ വരുന്ന ഇത് പിന്നെ ഇതെല്ലാം ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകും. അപ്പോൾ P1 ഇനി മൈനസ് ഹാഫ് റോ V1 സ്ക്വയർ ഇപ്പോൾ എടുക്കുമ്പോൾ എന്താ പ്ലസ് ഹാഫ് റോ 1 V1 സ്ക്വയർ വരും. ഓക്കെ, നെക്സ്റ്റ് ഇനി മൈനസ് റോ 1 G H1 taken left side, that is plus rho 1 G H1 is equal to. ഓക്കെ, യെസ്, ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് വരും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്തായി? ഫസ്റ്റ് ലെയറിലായി ഇതാ P1 വന്ന് V1 വന്ന് H1 വന്ന്. ഇനി അടുത്ത സ്റ്റെപ്പ് സെക്കൻഡ് ലെയർ, അത് റൈറ്റ് സൈഡിൽ മൈനസ് P2 റൈറ്റിലേക്ക് വരുമ്പോൾ പ്ലസ് P2 ആവും, പ്ലസ് ഇനി ഇവിടെ നോക്കണം ഇതാ ഹാഫ് പ്ലസ് ഹാഫ് റോ 1 V2 സ്ക്വയർ അങ്ങനെ വെച്ച്. ഇനി അതേപോലെ പ്ലസ് റോ 1 G H2 അതുപോലെ ലെഫ്റ്റ് സൈഡ്. ഓക്കെ, യെസ്, ഇതാണ് ഈ P1 എന്ന് പറഞ്ഞാൽ എന്താ? പ്രഷർ എനർജിയാണ്. P1 പ്രഷർ എനർജിയാണ്. ഹാഫ് റോ 1 V സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? കൈനറ്റിക് എനർജിയാണ്. റോ GH1 എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ അവിടെ നമുക്കുണ്ട് P1 എന്ന് പറഞ്ഞാൽ എന്താ? പ്രഷർ എനർജി ഓഫ് ദി ഫസ്റ്റ് ലെയർ. നെക്സ്റ്റ് ഹാഫ് റോ 1 V1 സ്ക്വയർ ഇസ് ദി
kinetic energy of the first layer. Rho 1 GH is the potential energy of the first layer. Then P2 is the pressure energy of the second layer. Half rho 1 V2 square is the kinetic energy of the second layer. Rho GH2 is the potential energy of the second layer. This shows that sum of the pressure energy and kinetic energy and potential energy of the first layer of the liquid is equal to the sum of the pressure energy, kinetic energy and the potential energy of the second layer of the liquid. ഇതിൻ്റെ അർത്ഥം എന്താ? ഫസ്റ്റ് ലെയറിൻ്റെയും പ്രഷർ എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും തന്നെയാണ് സെക്കൻഡ് ലെയറിൻ്റെയും പ്രഷർ എനർജിയും കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ രണ്ടും എന്താണ്? കോൺസ്റ്റാൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഓർമ്മിക്കേണ്ടത് പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഇസ്കൽ ടു കോൺസ്റ്റാൻറ്റ് അല്ലേ? ഇത് നമുക്ക് മനസ്സിലാകുന്നത് ഫസ്റ്റ് ലെയറിലെ പ്രഷർ എനർജി തന്നെയാണ് സെക്കൻഡ് ലെയറിലും ഉണ്ടാകുന്നത്. അതുപോലെ ഫസ്റ്റ് ലെയറിലെ കൈനറ്റിക് എനർജി തന്നെയാണ് സെക്കൻഡ് ലെയറിലും ഉണ്ടാകുക. ഫസ്റ്റ് ലെയറിലെ പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ് സെക്കൻഡ് ലെയറിലുണ്ടാകുക. ഇതാണ് ആര് പറയുന്നത്? ബെർണോളിസ് പറയുന്നത്. ദിസ് പ്രൂവ്സ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ എന്താ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മനസ്സിലാക്കണം എന്ന് റിപ്പീറ്റ് ചെയ്യാൻ സമയമില്ല. സ്റ്റേറ്റ് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് വെച്ച് എങ്ങനെ പറയണം? ഇത് പ്രൂവാണ്. ദിസ് പ്രൂവ്സ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഇത്രയും ഭാഗങ്ങൾ പ്രൂവ് ചെയ്യുക. സ്റ്റെപ്പ് എന്തെങ്കിലും അറിയില്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കണം. ഓക്കെ, സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ്. കൺസിഡർ എ സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് നോൺ വിസ്കസ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ എ പൈപ്പ് ഓഫ് വേരിങ് the phases A and B with areas A1, A2, velocities V1 and V2, densities ρ1 and ρ2, masses M1 and M3 പറയുന്നുണ്ട്. എന്നിട്ട് mass of the liquid at phase A is equal to mass of the liquid at phase B എന്ന് പറയാം. എന്നിട്ട് പറഞ്ഞ ശേഷം ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ചേഞ്ച് കൈനറ്റിക് എനർജി is equal to change in kinetic energy at B minus kinetic energy at A. അത് നിങ്ങൾക്ക് അറിയാലോ, ചെയ്ത് നോക്കാം. പിന്നെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി, കാരണം പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി മൈനസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ, അതും നിങ്ങൾക്ക് ഇക്വേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുണ്ട്, പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് വർക്ക് ഡൺ ബൈ ദി ഫ്ലൂയിഡ്. വർക്ക് കാണാൻ ഇക്വേഷൻ എന്താണ്? പി വി വൺ പ്ലസ് പി വൺ വി വൺ അല്ലേ? അപ്പോൾ എന്താ? ചേഞ്ച് ഇൻ വർക്ക് ഡൺ ബൈ ദി ഫ്ലൂയിഡ് അറ്റ് എ മൈനസ് വർക്ക് ഡൺ ബൈ ദി ഫ്ലൂയിഡ് അറ്റ് ബി. അപ്പോൾ പി വൺ വി വൺ മൈനസ് പി ടു വി ടു എന്ന് വരും. അപ്പോൾ വി വൺ സ്ഥാനത്ത് എ വൺ വി വൺ ഡെൽറ്റ ടി എന്ന് കൊടുക്കുക, വി ടുവിൻ്റെ സ്ഥാനത്ത് എ ടു വി ടു ഡെൽറ്റ ടി എന്ന് കൊടുക്കുക. അങ്ങനെ എന്ത് ചെയ്യുന്നത്? വർക്ക് ഡൺ ബൈ ദി ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. അതുവരെ വ്യക്തമായിട്ട് എഴുതി പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? വർക്ക് ഡൺ ബൈ ദി ഫ്ലൂയിഡിൽ കൊടുക്കുക പി വൺ എ വൺ വി വൺ മൈനസ് പി ടു എ ടു വി ടു ഡെൽറ്റ ടി അല്ലേ? ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഹാഫ് എന്താ എം എന്താ വി ടു സ്ക്വയർ മൈനസ് വി വൺ സ്ക്വയർ പ്ലസ് ഹാഫ് എം അല്ല എം ജി എച്ച് ടു മൈനസ് എം ജി ഇൻറ്റു എച്ച് ടു മൈനസ് എച്ച് വൺ. അപ്പോൾ എമ്മിൻ്റെ സ്ഥലത്ത് എ വൺ വി വൺ ഡെൽറ്റ ടി റോ വൺ കൊടുക്കുക. എന്നിട്ട് കൊടുത്താൽ കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഡിവൈഡിങ് ബൈ എ വൺ വി വൺ ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ വി വിൽ ഗെറ്റ് ഫൈനൽ ആൻസർ ഇതേപോലെ കിട്ടും. അങ്ങനെ 1 by 1 ആയിട്ട് ചെയ്തൊന്ന് പഠിക്കുക. ഓക്കെ, ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ടെൽ മീ, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, ദിസ് section is very important. This is Bernoulli is very important 5 mark question or 6 mark question, sure question. Okay, if you have once again, if you have any doubt you can tell me, don't worry about that. Okay, yes, clear it. Then next നമുക്ക് പഠിക്കുന്ന സ്റ്റേറ്റ് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് വെച്ച് ഡയഗ്രാം വരയ്ക്കുക. എന്നിട്ട് പറയാം states that some pressure energy, kinetic energy per unit volume of non-viscous incompressible fluid flowing in a streamline flow remains കോൺസ്റ്റാൻറ്റ്. മനസ്സിലായോ? അതായത് സ്ട്രീം ലൈൻ ഫ്ലോയിന് വിധേയമാകുമ്പോൾ, ലിക്വിഡ് ഫ്ലോയിന് വിധേയമാകുമ്പോൾ, പൈപ്പ് രൂപത്തിൽ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലെ പ്രഷർ എനർജിയും കൈനറ്റിക് എനർജിയും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിയും എന്താണ്? കോൺസ്റ്റാൻ്റ് ആയിരിക്കും എന്നാണ് ബെർണോളിസ് പറയുന്നത്. ലാസ്റ്റ് ഇക്വേഷൻ പി
എന്ന് പറഞ്ഞാൽ എന്താ പ്രഷർ എനർജി, ഹാഫ് റോ വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി, റോ ജി എച്ച് എന്ന് പറഞ്ഞാൽ എന്താ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പോൾ സം ഓഫ് പ്രഷർ എനർജി, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ ദിസ് പ്രൂവ്സ് എന്ന് വെച്ചാൽ P plus half rho v square plus rho g h is equal to constant. This proves Bernoulli's principle. P is the pressure energy, half rho v is the kinetic energy, rho g is the potential energy. Sum of pressure energy, kinetic energy and pressure and potential energy remains constant. Okay, first statement again restate Bernoulli's principle. Bernoulli's principle states that sum of pressure energy, kinetic energy, potential energy per unit volume of non-viscous incompressible fluid flowing in a stream, flowing through a pipe in a streamline flow remains constant. Therefore, P plus half rho v square plus rho g h is equal to constant. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറയാം, ക്ലിയർ ആയിട്ട് ചെയ്താൽ ഫുൾ മാർക്ക് വാങ്ങുക. ഓക്കെ, ഗുഡ് ബൈ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇഫ് യു ഹാവ് എനി ഡൗട്ട് അബൌട്ട് ടേക്കിംഗ് ബട്ട് യു ക്യാൻ ടെൽ മീ. Don't worry about that. This section is very, very, very important. Okay.